ഹലോ ഹലോ കേൾക്കുന്നുണ്ടോ? കേൾക്കാം സർ. ഗുഡ് ഈവനിങ് ഓൾ. നമ്മുടെ വർക്കൗട്ട് ക്ലാസ് നമ്മൾ തുടങ്ങുകയാണ്. അപ്പം മുന്നേ ക്ലാസ്സിൽ പങ്കെടുത്ത ആളുകളൊക്കെ ഉണ്ടാകാൻ വേണ്ടി ആരെങ്കിലും ഉണ്ടോ നമ്മുടെ? അത് എല്ലാവരും പുതുതായിട്ട് ചേർന്ന ആളുകൾ മാത്രമാണോ ഉള്ളത്? അല്ല, നേരത്തെ നേരത്തെ ഉള്ളവരുണ്ട്. ഓക്കെ ഓക്കെ. എന്തായിരുന്നു നമ്മുടെ വർക്കൗട്ടുകളൊക്കെ ചെയ്തിട്ടുള്ള റിസൾട്ട് ഒന്ന് പറയാമോ? നമ്മുടെ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്, പക്ഷേ എങ്ങനെ കാലിന് നല്ല വേദനയാ. എത്ര ദിവസമായി വർക്കൗട്ട് ചെയ്യല് തുടങ്ങിയിട്ട്? വർക്കൗട്ട് ആദ്യം തൊട്ടേ ചെയ്യണ്ട. ഇപ്പം ഇത് ഡയറ്റ് തുടങ്ങിയിട്ട് ഇപ്പൊ 1.5 മാസം ആണല്ലേ. ആവുന്നല്ലേ? ഓക്കെ ഓക്കെ. വർക്കൗട്ട് ഞാൻ പണ്ട് തൊട്ടേ ചെയ്യുന്നതാണ്. നമ്മളെ ഡയറ്റ് ട്രെയിനറോട് ഈ വിഷയങ്ങളും സംസാരിക്കണം തീർച്ചയായിട്ടും. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും നമ്മളെ വൈറ്റമിന്റെ എന്തെങ്കിലും മെഡിസിനുകൾ വേണമെങ്കിൽ അവർ പറഞ്ഞു തരും. ഓക്കെ, അതല്ല, ഇപ്പൊ അവര് 2 ദിവസം റെസ്റ്റ് എടുക്കാനാ പറഞ്ഞത്. വർക്കൗട്ട് ആയിക്കോട്ടെ. ഓക്കെ ഓക്കെ, നല്ലത് നല്ലത് കേട്ടോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യാം. കഴിഞ്ഞ പ്രാവശ്യം വർക്കൗട്ട് അത് ചെയ്ത ശേഷം ഭയങ്കര നടുവിന് ഭയങ്കര വേദന. പ്രശ്നമുണ്ടോ? ഇല്ല പ്രശ്നമില്ല. നിങ്ങൾ അത് കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് പിന്നെ കുറച്ച് ദിവസം ഗ്യാപ്പ് ഇട്ടിട്ട് പിന്നെ ചെയ്താൽ മതി. ഓക്കെ, നല്ലോണം പെയിൻ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. ചെറിയ പെയിൻ ആണെങ്കിൽ നമ്മൾ ആ വേദനയിൽ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാറി വരുന്നുണ്ട്. അത് സ്റ്റാർട്ടിങ്ങിൽ പലരും ആ വിഷയം പറയാറുണ്ട്. പക്ഷെ കണ്ടിന്യൂ ആയിട്ട് ചെയ്യുമ്പോൾ ആ വേദന മാറിയതായിട്ടും കുറെ ആളുകൾ പറഞ്ഞിട്ടുണ്ട്. ഇല്ല കുഴപ്പമില്ല കേട്ടോ. അപ്പൊ നമ്മള് ഇത് മസിൽ എടോ പിടിച്ചു പോയതാണോ എന്ന് അറിയില്ല എനിക്ക്. ഇല്ല, നിങ്ങൾ കുറച്ച് ദിവസം കൂടെ ചെയ്ത് നോക്ക്. കുറച്ച് ദിവസം കൂടെ വർക്കൗട്ട് ചെയ്ത് നോക്ക്. മാറ്റില്ലെങ്കിൽ തീർച്ചയായിട്ടും ഡയറ്റ് ട്രെയിനേഴ്സിനോട് പറയുകയാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്തു തരാൻ കഴിയും കേട്ടോ. അപ്പൊ നമ്മൾ പുതുതായി ചേർന്നവരാണ് കൂടുതൽ ആളുകളും. അപ്പൊ അവർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. നമ്മൾ വർക്കൗട്ടിന്റെ വീഡിയോ ഒക്കെ ഒരു പക്ഷെ നിങ്ങൾക്ക് അയച്ചു തന്നിട്ടുണ്ടാവും നമ്മുടെ ഡയറ്റ് ട്രെയിനേഴ്സ്. അപ്പൊ നമ്മൾ ഇവിടെ കാണിച്ചു തരുന്നത് നമ്മൾ വാമപ്പുകളാണ് കൂടുതലായിട്ട്. നമ്മൾ ഓരോ ദിവസവും വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാണ് തുടങ്ങേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ആഴ്ചയിലുള്ള ഈ വർക്കൗട്ട് ലൈവ് ക്ലാസ്സിലൂടെ നമ്മൾ കാണിച്ചു തരുന്നത്. ഓക്കെ, അതുപോലെ ചില പാർട്സുകൾക്ക് മാത്രമായിട്ട് ഫോക്കസ് ചെയ്തിട്ട് നമ്മൾ വർക്കൗട്ടുകൾ കാണിച്ചു തരുന്നുണ്ട്. അപ്പൊ നമ്മൾ ഒவ்வொരു ദിവസവും നമ്മൾ വർക്കൗട്ട് ചെയ്ത് തുടങ്ങുമ്പോൾ നമ്മളെ വീഡിയോയിൽ ഒരു പക്ഷേ ഹെഡ് കറക്കിയിട്ടാണ് ഉണ്ടാകുക. അത് അങ്ങനെ തന്നെ ചെയ്ത് തുടങ്ങാവുന്നതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇതുപോലെ ഫസ്റ്റ് നമ്മുടെ വലത് കൈ ഇതുപോലെ ഫ്രണ്ട് ഭാഗത്തേക്ക് റൊട്ടേഷൻ ചെയ്യാം. ഓക്കെ, അതൊരു 15ഓ 20ഓ തവണ. നിങ്ങൾ ആ മൈക്കൊന്ന് മ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും. നമ്മുടെ ക്ലാസ്സിൽ മറ്റുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളെ ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് മാത്രം ആൻസർ ചെയ്യുകയാണെങ്കിൽ മറ്റുള്ള ആളുകൾക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. ഹലോ ഓക്കെ, ഹലോ കേൾക്കുന്നുണ്ട്. ഞാൻ 11 ഇത് വർക്കൗട്ട് എല്ലാം തുടങ്ങിയിട്ട് ഇത് ഡയറ്റ് അല്ലോ. ഓക്കെ ബ്രോ, ഇത് ബെല്ലി ഫാറ്റ് അങ്ങനെ ഉണ്ട്, കുറവില്ല. കുറയും ബ്രോ, കുറയും കേട്ടോ. നമുക്ക് ചോദ്യോത്തരത്തിനായിട്ട് ലാസ്റ്റ് കുറച്ച് സമയം നമ്മൾ മാറ്റി വെക്കുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കാം. ഓക്കെ, നമ്മുടെ കണ്ടിന്യൂറ്റി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മൾ ഇതുപോലെ മുൻഭാഗത്തേക്ക് ഇതുപോലെ കൈകൾ ഒരു 15ഓ അല്ലെങ്കിൽ 20ഓ തവണ ഇതുപോലെ റൊട്ടേഷൻ ചെയ്യാം. ഓക്കെ, ഞാനിവിടെ കാണിച്ചു തരുന്ന സമയത്ത് ഒരു പക്ഷേ 15ഓ 20ഓ തവണ ചെയ്യുന്നുണ്ടാവില്ല. അതല്ല അതിന്റെ കണക്ക്. ഞാൻ സമയപരിമിതി കൊണ്ടാണ് കുറഞ്ഞ തവണ ഇവിടെ കാണിച്ചു തരുന്നുള്ളൂ. പക്ഷെ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും 20 തവണയെങ്കിലും മിനിമം ചെയ്യാം. മുൻഭാഗത്തേക്ക് ഒരു 20 തവണ കറക്കി അതുപോലെ ബാക്ക് സൈഡിലേക്ക്. ഓക്കെ, ബാക്ക് സൈഡിലേക്ക് നമ്മളൊരു 20 തവണ ഇതുപോലെ റൊട്ടേഷൻ ചെയ്യാം. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് ഇതുപോലെ മുൻഭാഗത്തേക്ക് ഒരു 20 തവണ റൊട്ടേഷൻ ചെയ്ത് അതുപോലെ ബാക്ക് സൈഡിലേക്കും. സമയമെടുത്ത് സാവകാശം ചെയ്താൽ മതി. ഓക്കെ, നമ്മൾ വളരെ വേഗത്തിൽ സ്പീഡായിട്ടൊന്നും കറക്കേണ്ടതില്ല. അപ്പൊ നമുക്ക് ചെറിയ രീതിയിലുള്ള
പെയിനുകളും കാര്യങ്ങളൊക്കെ കൂടുതലാകാനാണ് അതുകൊണ്ട് ചാൻസ്. അപ്പം തുടക്കം നമ്മൾ സ്റ്റാർട്ടിങ് ആയിട്ടുള്ള ആളുകളൊക്കെ സാവകാശം ചെയ്താൽ മതി. അപ്പൊ സെപ്പറേറ്റ് ആയിട്ട് 2 കൈയും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 2 കൈയും ഒരുമിച്ച് ഇതുപോലെ മുൻഭാഗത്തേക്ക് റൊട്ടേഷൻ ചെയ്യാം. ഓക്കെ, അത് ഒരു 15 ഒരു 20 തവണ ചെയ്തതിന് ശേഷം ബാക്ക് സൈഡിലേക്ക്. ഓക്കെ ഓക്കെ, ക്ലിയർ ആകുന്നുണ്ടെന്ന് വിശ്വസിക്കുകയാണ്. അത് കഴിഞ്ഞാൽ ഇതുപോലെ. ഓക്കെ, ഓക്കെ, ഇതും ഒരു 15 ഒരു 20 തവണ ഇതുപോലെ ചെയ്യാം. നമ്മളെ കൈകൾ, നമ്മുടെ കണിപ്പുകൾ, ജോയിന്റുകളൊക്കെ നമുക്കൊന്ന് ലൂസാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അതിനുശേഷം നമ്മുടെ കൈ ഇതുപോലെ നമ്മുടെ ഷോൾഡറിൽ ഇങ്ങനെ വെച്ചതിന് ശേഷം ഇതുപോലെ റൊട്ടേഷൻ ചെയ്യാം. ഓക്കെ, അതൊരു മുൻഭാഗത്തേക്ക് ഒരു 15 20 തവണ ചെയ്ത് അതുപോലെ ബാക്ക് സൈഡിലേക്കും. നമ്മൾ ഇവിടെ കാണിക്കുന്നത് പോലെ കണ്ടിന്യൂ ആയിട്ട് വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതല്ല. ഓരോ വർക്കൗട്ടുകളും ചെയ്ത് വാമപ്പുകളും ചെയ്ത് ഒരു 1-2 മിനിറ്റ് ഒക്കെ റെസ്റ്റ് എടുത്തതിന് ശേഷം അടുത്ത വർക്കൗട്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ നമ്മൾ മുൻഭാഗത്തേക്ക് എത്ര തവണയാണോ കൗണ്ട് ചെയ്യുന്നത് അതേപോലെ അതേ അളവിൽ ബാക്ക് സൈഡിലേക്കും നമ്മൾ ഇതുപോലെ ചെയ്യാം. ക്ലിയർ ആകുന്നെന്ന് വിശ്വസിക്കുകയാണ്. അതിനുശേഷം ഇതുപോലെ. ഓക്കെ, ഇതൊരു 15 തവണയെങ്കിലും ഇതുപോലെ ചെയ്യാം. ഓക്കെ, വ്യക്തമാകുന്നുണ്ടല്ലോ അല്ലേ പറയുന്നതൊക്കെ? കേൾക്കുന്നില്ലേ ക്ലിയർ ആയിട്ട്? യെസ് യെസ്. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ അതിനുശേഷം നമ്മൾ നമ്മുടെ ഹിപ്പിൽ ഇതുപോലെ കൈകൾ വെച്ച്, ഇപ്പൊ ജോയിന്റ് പെയിൻ ഒക്കെ ഉള്ള ആളുകളാണെങ്കിൽ കുറച്ച് ശ്രദ്ധിച്ച് സാവകാശത്തിൽ ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ഇതുപോലെ നമ്മുടെ ഹിപ്പിൽ കൈകൾ വെച്ച് ഓക്കെ, നമ്മുടെ വലത് ഭാഗത്തേക്ക് ഒരു 10 തവണയെങ്കിലും ചെയ്യാം. അതിന് ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഒരു 10 തവണ ആയി കഴിഞ്ഞാൽ അതിന് ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഇതുപോലെ. ഓക്കെ, ഇനി കാണിക്കുന്ന വർക്കൗട്ട് നമ്മുടെ ബാക്ക് പെയിൻ ഉള്ള ആളുകളാണെങ്കിൽ അത് അവർ അവോയ്ഡ് ചെയ്യേണ്ട വർക്കൗട്ടാണ്. അവർ ചെയ്യാൻ പാടില്ലാത്തൊരു വർക്കൗട്ടാണ്. ഓക്കെ, നമ്മൾ ഇതുപോലെ ഫ്രണ്ട് ഭാഗത്തേക്ക് മാക്സിമം ഒരു ആക്ഷൻ എടുത്ത് നമ്മുടെ കൈയിന്റെ ഈ വെള്ള ഭാഗം ഫ്ലോറിൽ മാക്സിമം ടച്ച് ചെയ്യിക്കുക. ഇതുപോലെ വെച്ച് ടച്ച് ചെയ്യിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഒരു പക്ഷേ നല്ല വയറൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ അവർക്ക് ഒരു പക്ഷേ ഇത്രയൊക്കെ വരാനേ കഴിയുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഒരു പൊസിഷനിൽ ഇരുന്ന് നമ്മൾ ചെറിയൊരു ആക്ഷൻ കൊടുക്കുക. അപ്പോൾ ഓരോ ദിവസവും നമുക്ക് ചെയ്യും തോറും കൂടുതലായിട്ട് നമുക്ക് താഴ്ഭാഗത്തേക്ക് എത്താൻ കഴിയും. ഓക്കെ, അപ്പം ഒരു 3-4 ദിവസത്തെ നമ്മുടെ പരിശ്രമം കൊണ്ട് നമുക്ക് നമ്മുടെ കൈയിന്റെ വെള്ള ഭാഗം ഈസി ആയിട്ട് നമുക്ക് നമ്മുടെ ഫ്ലോറിൽ ടച്ച് ചെയ്യിക്കാൻ കഴിയും. ഓക്കെ, ഇതുപോലെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മുട്ട്, നമ്മുടെ knee ഇതുപോലെ സ്ട്രൈറ്റ് ആയിട്ട് തന്നെ ഇരിക്കണം. ഇത് വളയാൻ പാടില്ല. ഓക്കെ, ഇത് സ്ട്രൈറ്റ് ആയിട്ട് തന്നെ വെച്ച് നമ്മുടെ കൈയിന്റെ വെള്ള ഭാഗം മാക്സിമം നമ്മുടെ ഫ്ലോറിൽ ടച്ച് ചെയ്യിക്കുക. ടച്ച് ചെയ്യിച്ചതിന് ശേഷം ഇതുപോലെ ബാക്കിലേക്ക്. ഓക്കെ, നമ്മൾ മുകളിലേക്ക് വന്ന് കൈ ഇതുപോലെ വെച്ച് മാക്സിമം ബാക്കിലേക്ക്, അതുപോലെ ഫ്രണ്ട് ഭാഗത്തേക്ക്. ഓക്കെ, ഇങ്ങനെ ഒരു 6-7 തവണ നമ്മൾ തുടക്കക്കാരാകുമ്പോൾ 6-7 തവണ ചെയ്താൽ മതി. വീണ്ടും പറയുകയാണ്, ബാക്ക് പെയിൻ ഒക്കെ നല്ലവണ്ണം ആളുകളാണെങ്കിൽ ഈ വർക്കൗട്ട് അവർ അവോയ്ഡ് ചെയ്യുക. അവർക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള വർക്കൗട്ടുകൾ ഉണ്ട്. അതിന്റെ ലിങ്കുകൾ നമ്മുടെ ഡയറ്റ് ട്രെയിനേഴ്സ് നിങ്ങൾക്ക് അയച്ചു തരും. ബാക്ക് പെയിൻ ഉള്ള ആളുകൾ മാത്രം ചെയ്യേണ്ടുന്നതായിട്ടുള്ള വർക്കൗട്ടുകൾ ഒരുപാടുണ്ട്. അപ്പൊ അത് നമ്മുടെ ഡയറ്റ് ട്രെയിനേഴ്സ് നിങ്ങൾക്ക് അയച്ചു തരും. ഓക്കെ, അപ്പൊ ഇനി നെക്സ്റ്റ് ആയിട്ട് നമ്മുടെ മുട്ട് ഇതുപോലെ കൈകൾ വെച്ച് നമ്മൾ ചെറിയ രീതിയിൽ റൊട്ടേഷൻ ചെയ്യാം. ഓക്കെ,
ഇതുപോലെ വലത് ഭാഗത്തേക്ക് ഒരു 15 തവണയെങ്കിലും മിനിമം ചെയ്യാം തുടക്കത്തിൽ. പിന്നീട് നിങ്ങൾക്ക് നിങ്ങളുടെ സമയലഭ്യതക്കനുസരിച്ച് അതിന്റെ എണ്ണമൊക്കെ കൂട്ടിക്കൊണ്ടുവരാവുന്നതാണ്. അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്കും നിങ്ങൾ അതുപോലെ റൊട്ടേഷൻ ചെയ്യാം. ഓക്കെ. സാറേ ഇപ്പൊ മുട്ടുവേദന ഉണ്ടെങ്കിൽ എന്താ ചെയ്യാ? മുട്ടുവേദന ഉള്ള ആളുകൾക്കും ഈ വർക്കൗട്ട് വളരെ സാവകാശത്തിൽ കഴിയുന്ന രീതിയിൽ ചെയ്യാവുന്നതാണ്. ഓക്കെ. ചെറിയ രീതിയിലുള്ള ശബ്ദങ്ങളൊക്കെ നല്ല മുട്ടുവേദന ഉള്ള ആളുകളൊക്കെ പറഞ്ഞു കേൾക്കാറുണ്ട്. പക്ഷെ 2-3 ദിവസം ചെയ്യുമ്പോൾ അത് മാറി കിട്ടുന്നുണ്ട്. നമുക്ക് അവിടെയുള്ള രക്തോട്ടങ്ങളൊക്കെ ക്ലിയർ ആകാൻ സഹായിക്കുന്ന ഒരു വർക്കൗട്ടാണിത്. ചെയ്യുമ്പോ സൗണ്ട് ഒക്കെ കേൾക്കും 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 പക്ഷെ പേടിക്കേണ്ടതില്ല. നമ്മൾ കഴിയുന്ന രീതിയിൽ കുറച്ചെങ്കിലും അത് ചെയ്യാം. എന്നിട്ട് 1-2-3 ദിവസങ്ങൾ കൊണ്ട് നമുക്ക് അതിന്റെ എണ്ണങ്ങളൊക്കെ കൂട്ടിക്കൊണ്ടുവരാൻ കഴിയും. ഓക്കെ. അപ്പൊ ഇനി കാണിക്കുന്ന വർക്കൗട്ടും മുട്ടുവേദനയുള്ള ആളുകളാണെങ്കിൽ മാക്സിമം 1-2 അങ്ങനെ എണ്ണം നിങ്ങളുടെ പെയിനിനനുസരിച്ച് കുറച്ചെങ്കിലും ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ. നമ്മുടെ ഇടത്തെ കാല് ഇതുപോലെ ഫ്രണ്ടിൽ വെച്ച് വലത് കാല് പുറകിൽ വെച്ച് എന്റെ കൈ ശ്രദ്ധിച്ചോളൂ. ഇതുപോലെ നമ്മുടെ ഹെഡിന് പുറകിൽ ഇതുപോലെ വെച്ച് 1 2 3 4 5 ഇതൊക്കെ സാവകാശം സമയമെടുത്ത് ചെയ്താൽ മതി. ഓക്കെ. ഇങ്ങനെ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഒരു 10 അല്ലെങ്കിൽ ഒരു 12 തവണ ചെയ്യാം. അതിനുശേഷം വലത് കാല് മുന്നോട്ട് വെച്ച് ഇടത് കാല് ഇതുപോലെ പുറകിൽ വെച്ച്. ഓക്കെ. 1 2 3 4. പേടിക്കേണ്ടതില്ല മാം, നിങ്ങൾ തൊലയൊന്നുമില്ല. കണ്ടിന്യൂ ആയിട്ട് നിങ്ങളെക്കാൾ ഇതുപോലെ ശങ്കിച്ച് നിന്ന പല ആളുകളും നമ്മുടെ ഈ വർക്കൗട്ടുകൾ സ്റ്റാർട്ട് ചെയ്ത് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ പേടിച്ച് പിന്മാറാതിരിക്കുക എന്നുള്ളതാണ്. നമ്മുടെ തടി കുറയുക എന്നുള്ളത് നമ്മുടെ മാത്രം ആവശ്യമാണ്. അപ്പോൾ കുറച്ചൊക്കെ നമ്മൾ അതിനുവേണ്ടി അധ്വാനിക്കേണ്ടത് നമ്മുടെ മാത്രം കടമയാണ്. നമ്മളൊരു പ്രതിജ്ഞാബദ്ധരാണ് നമുക്ക് തടി കുറയണമെങ്കിൽ. നല്ല ഉന്മേഷം കിട്ടുന്നുണ്ട്. തീർച്ചയായിട്ടും. ഓക്കെ. നമുക്ക് വർക്കൗട്ട് ഡയറ്റിനോട് കൂടെ വർക്കൗട്ട് ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും നല്ല റിസൾട്ട് ഉണ്ട്. അപ്പൊ നമ്മൾ പേടിച്ച് പിന്മാറാതിരിക്കുക, നേരിടുക. ഏതായാലും നമ്മൾ ഡയറ്റ് എടുക്കുന്നുണ്ടല്ലോ, അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ അതിനെ നേരിടുക. കഴിയുന്ന രീതിയിലൊക്കെ നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ഒരുപക്ഷെ ഞാൻ ഈ കാണിച്ചു തരുന്ന അല്ലെങ്കിൽ ഞാൻ ഈ പറയുന്ന രീതിയിലുള്ള കൗണ്ട് ഒരു പക്ഷെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ല. പേടിക്കേണ്ടതില്ല. നിങ്ങൾക്ക് എത്രയാണോ കഴിയുന്നത് അത്ര ചെയ്യാം. ഓക്കെ. കൊറേയൊക്കെ ചെയ്യുന്നുണ്ട്, കൊറേയൊക്കെ സാധിക്കുന്നുണ്ട്. ഓക്കെ. ഞാൻ പരിപാടിയാണ്. ആരോ പേടിക്കേണ്ടതില്ല മാമിന് കഴിയുന്ന രീതിയിൽ ചെയ്താൽ മതി. ഭയങ്കര പെയിൻ ആയിരുന്നു. ആണല്ലേ? വെരിക്കോസ് വെയിന്റെ ഒരു ചെറിയ പ്രശ്നമുള്ള കാരണേ. ഞാൻ വെരിക്കോസ് വെയിന്റെ ഒരു വർക്കൗട്ട് സ്പെഷ്യലായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. മാം അത് കണ്ടിട്ടുണ്ടായിരുന്നോ? ഇല്ല, ഞാനത് കാണിച്ചു തരാം. ഇന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ നമ്മൾ അടുത്തതായിട്ട് സ്ക്വാട്ട് ആണ് ചെയ്യുന്നത്. ഇതും മുട്ടുവേദനയുള്ള ആളുകൾ നിങ്ങൾക്ക് കഴിവിന്റെ പരമാവധി ചെയ്താൽ മതി. കൂടുതലായിട്ട് ചെയ്യേണ്ടതില്ല. പക്ഷെ കൂടുതലായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വേദനയിൽ ചെയ്ത് കഴിഞ്ഞാൽ മാറ്റങ്ങൾ വരും മുട്ടുവേദനക്കൊക്കെ. പക്ഷെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കൂടുതൽ എണ്ണം ചെയ്യേണ്ടതില്ല. ഫസ്റ്റ് നിങ്ങൾക്ക് 4-5 ചെയ്യാൻ കഴിയുമെങ്കിൽ അത്ര ചെയ്യാം. പിന്നീട് അതിന്റെ എണ്ണം വേദനകളൊക്കെ മാറി വന്നതിന് ശേഷം എണ്ണം കൂട്ടിക്കൊണ്ടുവരാം. അപ്പൊ നമ്മൾ സ്ക്വാട്ട് ചെയ്യുന്നത് ആദ്യം വെയിറ്റുകളൊന്നും എടുക്കേണ്ടതില്ല. ഫ്രീ ആയി ഇതുപോലെ. ഓക്കെ. 3 4 5 6 7 8. അപ്പൊ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഇതൊരു 20 തവണ ചെയ്യാം. പിന്നീട് നിങ്ങൾക്ക് കൂടുതൽ ചെയ്യാൻ കഴിയും എന്നുള്ള ഒരു സ്റ്റാമിന വന്നിട്ടുണ്ടെങ്കിൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് എത്ര ചെയ്യാൻ കഴിയുമോ അത്ര എണ്ണം ചെയ്യാം. ഓക്കെ. ചെയ്യാൻ പറ്റുമോ? ഓ, സ്ക്വാട്ടൊക്കെ നമുക്ക് ബാക്ക് പെയിൻ ഉള്ള ആളുകൾക്കും യാതൊരു പ്രയാസമില്ല. ബാക്കിലേക്ക് ഇതിന്റെ ഒരു എഫക്റ്റും വരുന്നില്ല. നമ്മൾ ടൈസ്, മുട്ട് ഇങ്ങോട്ടൊക്കെയാണ് ഇതിന്റെ എഫക്റ്റുകൾ വരുന്നത്. ഓക്കെ. നമ്മളെ ടൈസ് ഭാഗത്തൊക്കെ കൊഴുപ്പുള്ള ആളുകൾക്കൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു വർക്കൗട്ടാണ്. വയറും കയ്യും കുറയാൻ എങ്ങനെയാ അത് കാണിച്ചു തരാം. നമ്മള് കാണിച്ചു തരാം കേട്ടോ. അപ്പോ ഈ ഒരു വർക്കൗട്ട് കുറച്ച് ഈസി ആയി എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്കൊരു 20-30 തവണ ഒക്കെ
വളരെ ഈസി ആയിട്ട് സാറെ ചെയ്യാൻ കഴുത്തിന്റെ കഴിയുന്നുണ്ട് എങ്കിൽ പ്രശ്നമുണ്ട്, അപ്പൊ അത് ചെയ്യാൻ പറ്റുമോ? ഇതുപോലൊരു വെയിറ്റ് സാറെ കഴുത്തിന്റെ പ്രശ്നമുണ്ട്, എന്താണ് കഴുത്തിന്റെ ഡിസ്കിന്റെ പ്രശ്നമുണ്ട്, കഴുത്തിന് നമ്മൾ ഈ കഴുത്തിന്റെ വർക്കൗട്ട് കൊണ്ട് ഡിസ്കിന്റെ കഴുത്തിന്റെ ഭാഗത്തേക്കൊന്നും യാതൊരുവിധ എഫക്റ്റുകളും കഴുത്തിന്റെ ഭാഗത്തേക്ക് വരുന്നില്ല. അതുകൊണ്ട് ഈ വർക്കൗട്ട് ചെയ്യുന്നത് കൊണ്ട് യാതൊരുവിധ പ്രശ്നങ്ങളും നമുക്ക് അങ്ങോട്ടേക്കൊന്നും വരുന്നില്ല. ഓക്കെ, നമ്മൾ കഴുത്ത് ഓക്കെ റൊട്ടേഷൻ ചെയ്യുക പോലെയുള്ള വർക്കൗട്ടുകളാണ് അതിന് ബുദ്ധിമുട്ടുണ്ടാകുക. അപ്പൊ അത് മാത്രം ചെയ്യാതിരിക്കുക. ഓക്കെ ഓക്കെ അപ്പൊ നമ്മളിപ്പോ ഈ സ്ക്വാട്ട് കുറച്ച് ഈസി ആയി ചെയ്ത് നമുക്ക് തോന്നി തുടങ്ങിയാൽ ഇതുപോലെ എന്തെങ്കിലും ഒരു വെയിറ്റ്, ഓക്കെ, ചെറിയ രീതിയിലുള്ള വെയിറ്റുകൾ നമ്മൾ ഇതുപോലെ വെയിറ്റ് വെച്ച് നമ്മൾ സ്ക്വാട്ട് ചെയ്യാം. ഓക്കെ, ഓക്കെ, ക്ലിയർ ആകുന്നുണ്ടെന്ന് വിശ്വസിക്കാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ചെറിയ രീതിയിലുള്ള ഒരു ജമ്പിങ് ജാക്സ് പോലെയുള്ള വർക്കൗട്ടുകൾ. ഇത് നമ്മൾ ഒറ്റ ദിവസം സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്തതാണ്. നമ്മുടെ ശരീരത്തിന്റെ താഴ്ഭാഗം മുതൽ മുകൾ ഭാഗം വരെ ഏറെക്കുറെ എല്ലാ അവയവങ്ങളും നമുക്ക് വാമപ്പായിട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു വർക്കൗട്ടുകളാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം തന്നെ ചെറിയ രീതിയിൽ നമുക്ക് ആവുന്ന രീതിയിൽ ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതൊക്കെ സിമ്പിൾ ആയിട്ട് ഇത് ഇങ്ങനെ നമ്മള് ഈ പഴയ കാലത്തൊക്കെ പറയുന്നത് പോലെ വള്ളിച്ചാട്ടം പോലെയുള്ള വർക്കൗട്ടുകൾ, ഇപ്പൊ അതിന്റെ സ്പെക്കുകളും കാര്യങ്ങളൊക്കെ നമുക്ക് മേടിക്കാനും കിട്ടും കടകളിൽ നിന്നൊക്കെ. അപ്പൊ അത് ഇതൊക്കെ ചെയ്ത് ഞാൻ 100 ശീലമുള്ള പ്രാവശ്യം ആളുകളാണെങ്കിൽ ചെയ്യാറുണ്ട്. ദിവസം ഓക്കെ, 100 നമ്മൾ പ്രാവശ്യം ചെറിയ ചെയ്യും. വെരി ഗുഡ് മാം. അപ്പൊ നമ്മൾ ഇതുപോലെ ഒന്ന് വാമായതിനു ശേഷം നല്ലവണ്ണം തടിയുള്ള ആളുകളാണെങ്കിൽ അവർക്കാണ് ഞാനിപ്പോ കാണിച്ചു തരുന്നത്. നമ്മൾ ജമ്പിങ് ജാക്സ് അവർക്ക് ഒരു പക്ഷെ ചാടി ചെയ്യാൻ പ്രയാസമായിരിക്കും. അപ്പോൾ ജമ്പിങ് ജാക്സിന്റെ യഥാർത്ഥ രൂപം എന്ന് പറയുന്നത് നമ്മൾ ഇതാണ്. അത് പറ്റത്തില്ല. ഓക്കെ, ഹലോ സാർ, ഹലോ ഹലോ, ഇതാണ് ജമ്പിങ് ജാക്സിന്റെ യഥാർത്ഥ രൂപം. ഒരു പക്ഷേ നല്ലവണ്ണം വയറുള്ള ആളുകൾക്ക്, അത്യാവശ്യം തടിയുള്ള ആളുകളാണെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ അവർക്ക് ഇതുപോലെ ചെയ്യാൻ ചെറിയ പ്രയാസം ഉണ്ടായിരിക്കും. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് കാണിച്ചു തരുന്നത്. അവർ ഇതുപോലെ ഒരു സൈഡിൽ നിന്നതിന് ശേഷം നമ്മൾ ആദ്യം വലത് കാല് വൈഡായിട്ട് വെക്കുക, കൈ മുകളിലോട്ട് ഉയർത്തുക, ഇതുപോലെ. ഓക്കെ, ഓക്കെ, ക്ലിയർ ആകുന്നുണ്ടെന്ന് വിശ്വസിക്കാണ്. ശ്രദ്ധിച്ചോളൂ. ഓക്കെ, നമ്മൾ വലത് കാല് വൈഡാക്കി വെക്കുക, കൈകൾ രണ്ടും മുന്നോട്ട് ഉയർത്തുക, ഇതുപോലെ. ഇങ്ങനെ ഒരു 10-15 തവണ ചെയ്തതിന് ശേഷം നമ്മൾ ഇടത് കാല് ടൈമായിട്ട് ഓക്കെ, ഇങ്ങനെ ഒരു 3 അല്ലെങ്കിൽ ഒരു 4 ദിവസം ചെയ്യുമ്പോൾ ചെറിയ രീതിയിൽ അവർക്ക് ഇതുപോലെ ഒരു വശത്തേക്ക് മാത്രം ചാടി അവിടെ റിലാക്സ് എടുത്തതിന് ശേഷം ഓപ്പോസിറ്റ് ചെയ്യാം. ഓക്കെ, ഇത് കുറച്ചും കൂടെ ദിവസം ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഇമ്പ്രൂവ് ആയിട്ട് നമുക്ക് ഇവിടെ സ്റ്റോപ്പ് ഇല്ലാതെ ചെയ്യാൻ കഴിയും. ഓക്കെ, ക്ലിയർ ആണല്ലോ അല്ലേ പറയുന്നത്? അപ്പൊ ഞാൻ ആദ്യം കാണിച്ചു തന്നത് തടി കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ മാത്രം ചെയ്യേണ്ടതാണ്. അല്ലാത്തവർ തീർച്ചയായിട്ടും ഇതുപോലെ തന്നെ ഇതുപോലെ തന്നെ സ്റ്റോപ്പ് ഇല്ലാതെ ചെയ്യണം. ഇതൊക്കെ കുറേശ്ശെ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, 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 വെരി ഗുഡ് മാം. അങ്ങനെയാണെങ്കിൽ മാം ഈ വർക്കൗട്ട് ഒക്കെ ചെയ്യുന്നുണ്ട് എങ്കിൽ മാം കൂടുതലായിട്ടും മുട്ടിനുള്ള വർക്കൗട്ടുകൾ മാക്സിമം അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. അതെ, ഓക്കെ, ഓക്കെ, കാരണം ഈ വർക്കൗട്ടുകളൊക്കെ ചെയ്യുന്നുണ്ട് എങ്കിൽ തന്നെ മാമിന്റെ മുട്ടും കാലിന് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല ഇതൊക്കെ ചെയ്യുന്നുണ്ട്. ഈ ഡയറ്റിന് മുമ്പൊക്കെ ഒരുപാട് മരുന്ന് കഴിച്ചു. ഡയറ്റ് എടുത്തതിന് ശേഷം മരുന്നുകളെല്ലാം ഉപേക്ഷിച്ചു. വെരി ഗുഡ് മാം, വെരി ഗുഡ് മാം. നമുക്ക് നമ്മുടെ ഭക്ഷണ രീതി കൊണ്ട് തന്നെ ഓടാൻ പോകുന്നുണ്ട്, അപ്പൊ പിന്നെ എക്സസൈസ് ചെയ്യേണ്ട കാര്യമുണ്ടോ? നിർബന്ധമൊന്നുമില്ല കേട്ടോ. നമുക്ക് എന്തെങ്കിലും ഒരു വർക്കൗട്ട് സ്ഥിരമായിട്ട് ഉണ്ടായാൽ മതി. അത് രാവിലെ നടക്കാൻ ഒരു 5 മണി പോകുന്നതായാലും. മുതൽ 6 മണി വരെ എന്ന് രാവിലെ നടക്കാൻ പോകുന്നുണ്ട്. സൂപ്പർ മാം, ഗുഡ് മാം, ഗുഡ് മാം, സൂപ്പർ. അപ്പൊ നമ്മൾ ഇനി കാണിക്കുന്നത് അതുപോലെ തന്നെയാണ്.
വെയിറ്റ് ഉള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ആദ്യം കാണിക്കുന്നത്. നമ്മൾ കൈ ഇതുപോലെ ഈ ഒരു ഹൈറ്റിൽ കൈകൾ വെച്ച് നമ്മുടെ കൈയിന്റെ ഈ വെള്ള ഭാഗത്തേക്ക് നമ്മുടെ മുട്ട് നമ്മുടെ ഈ knee-യുടെ ഈ ഒരു ഭാഗത്ത് തട്ടിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അതിന് നമ്മൾ ശരിക്കും അതിന്റെ യഥാർത്ഥ രൂപം എന്നുള്ളത് ഇതാണ്. ഇതൊരു പക്ഷേ നല്ലവണ്ണം വയറും അതുപോലെ തടിയൊക്കെ ഉള്ള ആളുകൾക്ക് സ്റ്റാർട്ടിങ്ങിൽ ചെയ്യുന്നതിന് എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടായേക്കാം. ഓക്കെ, അപ്പൊ അവർക്ക് വേണ്ടി മാത്രം അവർ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൈകൾ ഇതുപോലെ നീട്ടി വെച്ച് ആദ്യം വലത് കാല് ടച്ച് ചെയ്യിപ്പിക്കുക, അതുപോലെ പിന്നെ ഇടത് കാല്. ഓക്കെ, ഒരു കാല് ചെയ്ത് പിന്നീട് ഇടത് കാല്. ഓക്കെ, ഓക്കെ, ഇത് ചെയ്യുമ്പോ ചാടി ചെയ്യണ്ട. ഇത് ചാടി ചെയ്യണം. ഞാനീ പറയുന്നത് ചാടാൻ പ്രയാസമുള്ള ആളുകൾക്ക് വേണ്ടി മാത്രമാണ്. ഓക്കെ, ഇതിന്റെ യഥാർത്ഥ രൂപം ഞാൻ കാണിച്ചു. ഫസ്റ്റ് ഇതുപോലെയാണ്. ഓക്കെ, ഇങ്ങനെ ചെയ്യാൻ പ്രയാസമുള്ള ചാടി ചെയ്യാൻ പ്രയാസമുള്ള ആളുകൾക്ക് വേണ്ടി മാത്രമാണ് ഈ ആദ്യം കാണിച്ചെന്ന വർക്കൗട്ട്. ഓക്കെ, ഇത് ഒരു 3-4 ദിവസങ്ങൾ ചെയ്ത് നമുക്ക് ഇമ്പ്രൂവ് ആയി. 50 പ്രാവശ്യമൊക്കെ ചെയ്താൽ മതിയോ? വെരി ഗുഡ് മാം. 50 പ്രാവശ്യമൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ വലിയൊരു എണ്ണാണത്. നമുക്ക് നല്ല റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ഞാൻ 25 പ്രാവശ്യം ഒരു പ്രാവശ്യം ചെയ്യും, പിന്നെ അപ്പൊ കിടക്കുമ്പോ പിന്നെ 20 അങ്ങനെ ആയിട്ട് ചെയ്തിട്ട് 50 കണക്കാക്കും. നല്ലത്, വളരെ നല്ലത്. നമ്മൾ അങ്ങനെ ഒരു കൗണ്ട് വെച്ചിട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് അതിലേക്ക് എത്താൻ വാശി ഉണ്ടാകും. ഓക്കെ, പക്ഷെ വെയിറ്റ് അങ്ങോട്ട് കുറയുന്നില്ല, ബോഡി നല്ലോണം പോയിക്കണ്, ഫേസ് നമുക്ക് പോയിക്കണ്. പക്ഷെ എനിക്ക് പേടിക്കേണ്ടതില്ല. ഡ്രസ് ഒക്കെ ഇപ്പൊ നല്ല ലൂസ് ഉണ്ട്. ഞാൻ ടൈറ്റ് ആയിരുന്ന ടോപ്പ് ഒക്കെ ഇപ്പൊ നല്ല ലൂസ് ആയിട്ട് വന്നിക്കണ്. പക്ഷെ ഇഞ്ചസ് ആയിട്ട് വെയിറ്റ് അതുകൊണ്ടാണ് വെയിറ്റ് കുറയും, പേടിക്കേണ്ടതില്ല കേട്ടോ. ഹലോ സാറേ, ഞാൻ രാവിലെ നമ്മള് 1-2 രാവിലെ നോക്കുമ്പോ 82, പിന്നെ നോക്കുമ്പോ രാത്രി നോക്കുമ്പോ 83. അപ്പൊ എനിക്ക് ആകെ എന്റെ കോൺഫിഡന്റ് പോണ പോലെ. പേടിക്കേണ്ടതില്ല. നമുക്ക് 1-2 ആഴ്ച കൊണ്ട് കൂടിയതല്ലല്ലോ നമ്മുടെ ശരീരഭാരം. അപ്പൊ നമുക്ക് കുറച്ചെടുക്കാൻ കഴിയും. ഓക്കെ, നല്ല കുറവുണ്ട്. അപ്പൊ നമ്മൾ ഇനി കാണിക്കുന്നത് നമ്മുടെ ക്ലാസ്സിൽ കൈക്ക് വേണ്ടിയിട്ട് ഒരു വർക്കൗട്ട് കാണിച്ചു തന്നിട്ടുണ്ടായി, ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, കൈ നല്ലവണ്ണം ലിങ്ക് ഇട്ടുണ്ടോ? ഡംബല് മാമിന് അടുത്തുള്ള ഏത് സ്പോർട്സിന്റെ ഷോപ്പിൽ അല്ലെങ്കിൽ ആമസോണിൽ ഫ്ലിപ്കാർട്ടിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡംബിൾസിന്റെ മേടിക്കാൻ കഴിയും. ഓക്കെ, ഓൺലൈൻ ആയിട്ട് തന്നെ നമുക്കിത് മേടിക്കാൻ കഴിയും. 2.5 ആണ്. ഇത് 2.5 ആണ്. നമ്മൾ ബിഗിനേഴ്സിന് ഇതാണ് ഏറ്റവും നല്ലത്. പിന്നീട് നമുക്ക് പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ ഇതിനൊക്കെ കൂടിയതൊക്കെ നമുക്ക് മേടിക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ ഫസ്റ്റ് ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു കൈകൾക്ക് വേണ്ടിയിട്ട്. അപ്പൊ നമ്മളെ കൈ നമ്മുടെ ഈ ഭാഗം ആയിക്കോട്ടെ, മസിൽസിന്റെ ഭാഗം, അതായത് ബൈസെപ്സിന്റെ ട്രൈസെപ്സിന്റെ ഭാഗങ്ങളായാലും അതുപോലെ ഈ ഒരു പോർഷന് ഈ ഏരിയകളാണെങ്കിലൊക്കെ അവിടെയുള്ള ഫാറ്റുകളൊക്കെ നീക്കി കൈന്റെ ഒരു ഷേപ്പ് മസിൽസുകളൊക്കെ നമുക്ക് ബിൽഡ് ചെയ്യാനുള്ള നല്ലൊരു വർക്കൗട്ട്. അതിന് വേണ്ടത് ഇങ്ങനെയുള്ള ഡംബിൾസ് നിങ്ങൾ മേടിക്കുക എന്നുള്ളതാണ്. ഇതിന് വലിയ സംഖ്യകളൊന്നും വരുന്നില്ല, ചെറിയ എമൗണ്ടുകളെ വരുന്നുള്ളൂ. ഓക്കെ, അപ്പൊ പല കമ്പനികളിലും ഇത് അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നോക്കി തിരഞ്ഞെടുക്കുക. ഇതുപോലെ ഡംബിൾസ് മേടിച്ചതിന് ശേഷം ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം ചെയ്യുന്നത് നമ്മുടെ ഈ ബൈസെപ്സിനുള്ള വർക്കൗട്ടാണ്. ഈ ഒരു ഏരിയയിലേക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടേക്കൊക്കെ അതിന്റെ എഫക്റ്റുകൾ വരും. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം ഇതുപോലെ ഓക്കെ, ഞാൻ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക, എന്റെ ഈ ഭാഗം ഇവിടെ ടച്ച് ചെയ്തിട്ടാണ് ഉണ്ടാക്കുക. ഇത് ഇളകേണ്ട ആവശ്യമില്ല. ഇത് ഇവിടെ നമ്മൾ ടച്ച് ചെയ്ത് പിടിക്കുക. ഓക്കെ, ഓക്കെ, ഇങ്ങനെ ഒരു 50 തവണയെങ്കിലും ചെയ്യാം. അത് 50 തവണ എന്നുള്ളത് ആദ്യം ഒരു 20 തവണ ചെയ്യാം, പിന്നീട് ഒരു 2 മിനിറ്റ് റെസ്റ്റ് എടുത്ത് പിന്നീട് ഒരു 20 തവണ ചെയ്യാം, പിന്നീട് ഒരു 20 അല്ലെങ്കിൽ ഒരു 15 തവണ ചെയ്യാം. ഓക്കെ, അപ്പോ ഇതല്ല ഒന്ന്, ഇത് കൈയിന്റെ കൊഴുപ്പുകൾ നീക്കം ചെയ്യാൻ. ഓക്കെ, നമ്മളെ കൈകളിലുള്ള കൊഴുപ്പുകളൊക്കെ നീക്കം ചെയ്യാൻ കേട്ടോ. എങ്ങനെ? ഇല്ലല്ല, മെലിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കൈകൾക്ക് അവിടെ മസിൽസുകൾ ബിൽഡ് ചെയ്യാൻ ഇത് സഹായിക്കും. ഓക്കെ,
ഓക്കെ, ഇതാണ്. അപ്പൊ നമ്മൾ രണ്ട് കൈയും കൂടി ചെയ്യുമ്പോഴാണ് ഒരു എണ്ണമായിട്ട് കണക്കാക്കുന്നത്. ഓക്കെ, ഇത് രണ്ടും ചെയ്യുമ്പോഴാണ് ഒരെണ്ണം. ഇങ്ങനെ ഒരു 20 എണ്ണം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരു 2 മിനിറ്റ് സ്റ്റോപ്പ് ചെയ്തിട്ട് പിന്നീട് അങ്ങനെ 3 വട്ടമായിട്ട് 3 തവണകളിലായിട്ട് ഒരു 50-60 തവണ ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിപ്പോ ഇത് ഇങ്ങനെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി ചെയ്യേണ്ടത് ഇതാ, അതിന്റെ പോർഷൻ ശ്രദ്ധിക്കണം. ഇതുപോലെ നമ്മൾ നേരത്തെ ഇങ്ങനെയായിരുന്നു, ഇത് ഇനി ഇങ്ങനെ. ഓക്കെ, ഓക്കെ, ഇതും നേരത്തെ പറഞ്ഞതുപോലെ ഒരു 20 തവണ ചെയ്തതിന് ശേഷം 2 മിനിറ്റ് റെസ്റ്റ് എടുക്കുക. വീണ്ടും ഇതുപോലെ ഒരു 20 തവണ ചെയ്യാം. അങ്ങനെ ഒരു 60 തവണ അല്ലെങ്കിൽ ഒരു 50 തവണ 3 തവണയായിട്ട് ചെയ്യാം. ഓക്കെ, ക്ലിയർ ആണല്ലോ അല്ലേ? ഇത് നമ്മുടെ മുൻഭാഗത്തേക്ക്, നമ്മുടെ ബൈസെപ്സ് ഈ ഒരു ഏരിയയിലേക്കാണ് നമുക്ക് അതിന്റെ എഫക്റ്റുകൾ വരുന്നത്. ഇനി നമ്മുടെ ബാക്ക് സൈഡിലേക്ക്. ഓക്കെ, നമ്മൾ ബാക്ക് സൈഡിലേക്ക് അതിന്റെ ഇത് രണ്ടും നിങ്ങൾ ഒരു ദിവസം തന്നെ ചെയ്യേണ്ടതില്ല. രണ്ടും വെവ്വേറെ ദിവസങ്ങളിലായിട്ട് ചെയ്താൽ മതി. കാര്യമായിട്ട് നമ്മളിപ്പം ഇന്നൊരു ദിവസം മുൻഭാഗത്തേക്കുള്ള ബൈസെപ്സിനുള്ള വർക്കൗട്ടാണ് ചെയ്യുന്നതെങ്കിൽ അന്ന് തന്നെ നിങ്ങൾ ഈ ബാക്ക് സൈഡിലേക്കുള്ള വർക്കൗട്ടുകൾ ചെയ്യാതിരിക്കുന്നതാണ് നല്ലതെങ്കിലും സമയപരിമിതികളൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യാവുന്നതുമാണ്, കുഴപ്പങ്ങളൊന്നുമില്ല. ഓക്കെ, നമ്മൾ ഇതുപോലെ വെച്ച് ഓക്കെ ഓക്കെ ഇങ്ങനെ നമ്മൾ വലത് കൈ ഇതുപോലെ ഒരു 20-30 തവണ ചെയ്ത് അതുപോലെ ഇടത് കൈയും ചെയ്യാം. ഓക്കെ, അങ്ങനെ രണ്ട് കൈയും ഒരു 20 അല്ലെങ്കിൽ വലത് കൈ എത്രയാണോ ചെയ്തത് അതേ അളവിൽ 20 കൈ ചെയ്തതിനു ശേഷം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഡംബിൾസ് അവിടെ വെച്ച് റെസ്റ്റ് എടുക്കുക. വീണ്ടും അതുപോലെ നമ്മൾ വലത് കൈ ഒരു 20 തവണ. ഓക്കെ, അതിനുശേഷം ഇടത് കൈ അതുപോലെ, ഇങ്ങനെ 3 തവണകളിലായിട്ട്. ഓക്കെ, മാക്സിമം നമ്മൾ കൈ നീർത്തുക, മടക്കി കൊണ്ടുവരിക, മാക്സിമം നീർത്തുക. ഓക്കെ, ഇങ്ങനെ 3 തവണകളിലായിട്ട് ഒരു 20 തവണ ചെയ്യാം. ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഭാഗത്തേക്ക് അതിന്റെ എഫക്റ്റുകൾ വരും. ചെറിയ രീതിയിലുള്ള പെയിനുകൾ, വേദന, വലിവുകളൊക്കെ വരും. അങ്ങനെ വരുന്നുണ്ടെങ്കിലാണ് അതിനർത്ഥം ആ ഭാഗത്തേക്ക് നമുക്ക് അതിനുള്ള എഫക്റ്റുകൾ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ആ ഒരു വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഈ ഒരു ഭാഗത്തേക്കുള്ള വർക്കൗട്ടാണ്. അപ്പൊ ആ ഭാഗത്തേക്കുള്ള വർക്കൗട്ട് നമ്മൾ അവസാനമാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ അതിന് മുമ്പായിട്ട് നമ്മളെ ഷോൾഡറിനുള്ള വർക്കൗട്ട് കൂടെ ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഞാനിവിടെ കാണിച്ചു തരുന്ന വർക്കൗട്ടുകളെല്ലാം ഒരു ദിവസം തന്നെ ചെയ്യേണ്ടതല്ല. ഓക്കെ, നമ്മളെ സാദിയ, അതുപോലെ ജ്യോതി, ബിജു, നമ്മളെ സൈറാബാൻ, ഇവരൊക്കെ മൈക്കൊന്ന് മ്യൂട്ട് ആണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ നന്നായിരിക്കും. ഓക്കെ ഓക്കെ നമ്മളെ മറ്റേ ക്ലാസ്സിലുള്ള മറ്റുള്ള ആളുകൾക്കും കൂടി ബുദ്ധിമുട്ടില്ലാതിരിക്കാനാണ് രണ്ടുപേരും കൂടെ മൈക്കൊന്ന് മ്യൂട്ട് ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഷോൾഡറിനുള്ള വർക്കൗട്ട് കൂടെ കാണിച്ചു തരാം. ഇത് നിങ്ങൾക്ക് ഏത് ദിവസമാണോ, ഇന്നിപ്പോ ഞാൻ നിങ്ങൾ തീരുമാനം എടുക്കുക. ഇന്ന് ബൈസെപ്സിനാണെങ്കിൽ ഇന്ന് ബൈസെപ്സിന് കാര്യമായിട്ട് ഫോക്കസ് ചെയ്ത് ചെയ്യുക. വാമപ്പുകളൊക്കെ ചെയ്തതിന് ശേഷം ബൈസെപ്സിനുള്ള വർക്കൗട്ടുകൾ ചെയ്യുക. അതിനടുത്ത ദിവസം ട്രൈസെപ്സിന് ചെയ്യുക. പിന്നീട് ഞാനിപ്പോൾ കാണിച്ചു തരുന്ന ഷോൾഡറിനുള്ള വർക്കൗട്ടുകളാണ്. അപ്പൊ നമ്മൾ ഷോൾഡറിനുള്ള വർക്കൗട്ടുകൾ എങ്ങനെ ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ കൈകൾ ഇതുപോലെ വെച്ച്. ഓക്കെ, സാറ് ഷോൾഡർ പെയിൻ ഉള്ളവർക്ക് ഈ വർക്കൗട്ട് ചെയ്യാൻ പറ്റുമോ? ഷോൾഡർ പെയിൻ ഉള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ ചെറിയ രീതിയിൽ ചെയ്യാം. എന്നിട്ട് വേദന കൂടുന്നുണ്ടെങ്കിൽ കുറച്ച് സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് നമ്മൾ ഡയറ്റുകളൊക്കെ എടുക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് അവിടെയുള്ള കൊഴുപ്പുകളൊക്കെ നീക്കം ചെയ്യാൻ കഴിയും. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞ് വീണ്ടും ഒന്ന് ശ്രമിച്ചു നോക്കാം. അങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് ചെയ്ത് കൊണ്ടുവരിക. ഓക്കെ, ഇതാണ് നമ്മൾ ഷോൾഡറിന് ചെയ്യുന്ന ഫസ്റ്റ് വർക്കൗട്ട്. ഓക്കെ, ഇതുപോലെ
ഒരു 15 അല്ലെങ്കിൽ 20 തവണ ചെയ്ത് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുക. ഡംബിൾസ് ഒക്കെ വെച്ച് പിന്നീട് നമ്മൾ ഒരു 20 തവണ വീണ്ടും. ഓക്കെ, നമ്മൾ ചെറിയ വെയിറ്റുകളാണ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് 15 20 തവണ കൂടുതൽ ചെയ്യണം എന്ന് നമ്മൾ പറയുന്നത്. നമ്മൾ ജിമ്മിനൊക്കെ പോകുന്ന ആളുകളാണെങ്കിൽ നമ്മൾ ഈ ചെയ്യുന്ന സ്ഥാനത്ത് അവർ 5 കിലോന്റെയും 10 കിലോന്റെയും ഒക്കെ വെയിറ്റുകളാണ് എടുക്കുന്നത്. അപ്പൊ അവർക്ക് ഇത്രയും തോനെ ചെയ്യേണ്ടതില്ല. നമ്മൾ ചെറിയ വെയിറ്റ് ആണ് എടുക്കുന്നത്. അപ്പൊ നമ്മൾ കൗണ്ട് കുറച്ച് കൂടുതലായിട്ട് ചെയ്യാം. ഓക്കെ, ഷോൾഡറിന് തേയ്മാനമുള്ളവർക്കോ ചെയ്യാമോ? തേയ്മാനുള്ള ആളുകളൊക്കെ ആണെങ്കിൽ ഈ ഇങ്ങനെയുള്ള വർക്കൗട്ടുകളൊക്കെ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഓക്കെ, അപ്പൊ നമ്മൾ അതിനുള്ള മെഡിസിനുകളൊക്കെ കഴിച്ച് ആ തേയ്മാനത്തെ നമ്മൾ മാറ്റി നിർത്തുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഈ വർക്കൗട്ടുകൾ ചെയ്ത് കഴിഞ്ഞു. സാറേ, ഞാന് രാവിലെ 1 മണിക്കൂർ നടക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ വർക്കൗട്ട് ചെയ്യണമെന്നുണ്ടോ? പക്ഷെ നിർബന്ധമില്ല, ഞാൻ നല്ല ചെയ്താൽ വെയിറ്റ് നല്ലതാണ്. ലോസ് ആയിട്ടുണ്ട്. ഞാനിപ്പോ 3 ആഴ്ച ആയിട്ടുള്ളൂ. പക്ഷെ ഞാന് 7 kg കമ്മിയായി. നല്ല, വെരി ഗുഡ് മാം, വെരി ഗുഡ് മാം. മാം ഇങ്ങനെ പറയുന്നതാണ് നമ്മുടെ ക്ലാസ്സിൽ പുതുതായി ജോയിൻ ചെയ്ത ആളുകൾക്കൊക്കെ അതൊരു നല്ലൊരു മോട്ടിവേഷൻ ആണത്. ഓക്കെ, 3 ആഴ്ച കൊണ്ട് 7 കിലോ കുറയുക എന്നുള്ളത് നല്ലൊരു കാര്യം തന്നെയാണ്. അതെ അതെ. ഓക്കെ ഓക്കെ, അപ്പൊ നമ്മൾ എത്രത്തോളം നമ്മുടെ ഡയറ്റിനെയും വർക്കൗട്ടിനെയും ഒക്കെ സീരിയസ് ആയിട്ട് കാണുന്നു എന്നുള്ളതിന്റെ തെളിവ് കൂടെയാണ്. അതെ അതെ. അപ്പൊ ഞാന് കൂടുന്ന സമയത്ത് 76 ഇപ്പൊ 67 എത്തിയിട്ടുണ്ട്. നല്ല, വെരി ഗുഡ്. നല്ല അപ്പൊ മാറ്റം. നമ്മള് ഷോൾഡറിനെ കാണിക്കുന്ന മറ്റൊരു വർക്കൗട്ടാണ് ഓക്കെ ഓക്കെ. ഇതുപോലെ. ബ്രോ അതല്ല ഓക്കെ ബ്രോ, പറഞ്ഞോ ബ്രോ. ഞാൻ ഫസ്റ്റ് കൊണ്ടാകുമ്പോ 57 kg ഉണ്ടായി. ഇപ്പൊ 11 ദിവസം എത്ര? ഇപ്പൊ ഒരു 54, 3 കിലോ കുറഞ്ഞിന്. വെരി ഗുഡ് മാം, വെരി ഗുഡ് സർ. പക്ഷെ ഫാറ്റ് ഒന്നും അങ്ങനെ ഉണ്ട്, അതൊന്നും കുറഞ്ഞില്ല. അതെന്ത്? നമ്മൾ 11 ദിവസമല്ലേ ആയിട്ടുള്ളൂ. തീർച്ചയായിട്ടും 1 മാസം കൊണ്ട് ബ്രോ ഈ പറയുന്നത് മാറ്റി പറയും. ഓക്കെ, 11 ദിവസം കൊണ്ട് ബ്രോക്ക് 4 കിലോ കുറഞ്ഞില്ലേ? 4 കിലോ കുറഞ്ഞാ? അപ്പം ബ്രോ തന്നെ ചിന്തിച്ചു നോക്ക്, 11 ദിവസം കൊണ്ട് ഇത്ര കുറഞ്ഞെങ്കിൽ 1 മാസം കൊണ്ട് എന്തായാലും നല്ല റിസൾട്ടിലേക്ക് എത്തൂലേ? അതെ. ഓക്കെ, അപ്പൊ ഇതുപോലെ ബ്രോ നമ്മുടെ വർക്കൗട്ട് കൂടെ ഒന്ന് കുറച്ച് കൂടുതൽ ഫോക്കസ് ചെയ്ത് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ, എങ്കിൽ നല്ല റിസൾട്ട് ഉണ്ടാവും. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മൾ ഷോൾഡറിന് കാണിക്കുന്ന ഈ വർക്കൗട്ട്, ഷോൾഡറിനായിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ള വർക്കൗട്ടുകളൊക്കെ മാക്സിമം ഒരു ദിവസം തന്നെ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പൊ ഈ വർക്കൗട്ടും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു 20 തവണകളായിട്ട് 3 തവണകളായിട്ട് ചെയ്യാം. ഓക്കെ, 20 തവണ ചെയ്ത് റെസ്റ്റ് എടുത്ത് വീണ്ടും ഒരു 20, അങ്ങനെ വീണ്ടും ഒരു 20. സെപ്പറേറ്റ് ആയിട്ട് ലിങ്ക് ഉണ്ടാവോ ഷോൾഡറിന്റെ ചെയ്യാൻ? ഇല്ല, നിങ്ങൾക്ക് നമ്മുടെ ഓരോ ക്ലാസ്സുകളുടെയും ലിങ്കുകൾ നമ്മുടെ യൂട്യൂബിലുണ്ട്. അപ്പൊ ഡയറ്റ് ട്രെയിനേഴ്സിനോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവർ അയച്ചു തരും ഓരോ ക്ലാസ്സിന്. അതിൽ നമ്മൾ ചില ദിവസങ്ങളിൽ വയറിന് മാത്രമായിട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട്, ചില ദിവസം ബാക്ക് പെയിൻ ഉള്ള ആളുകൾക്കാണ്, ചില ദിവസം ഷോൾഡറിന് വേണ്ടിയിട്ട് മാത്രമാണ്, കാലിന് വേണ്ടിയിട്ട് മാത്രം, അങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സുകളുടെ ഒക്കെ ലിങ്ക് ഒന്ന് സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് നിങ്ങൾക്ക് ഉപകാരമുള്ള വർക്കൗട്ടുകൾ അതിൽ ലഭിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി കാണിക്കുന്ന വർക്കൗട്ട് കാലത്ത് ചെയ്താൽ മതിയോ? 2 നേരം ചെയ്യണമെന്നുണ്ടോ? എനിക്ക് അങ്ങനെ ഇല്ല, ഒരു തവണ, ദിവസത്തിൽ 1 തവണ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, 2 തവണയൊന്നും ചെയ്യേണ്ടതില്ല, 1 തവണ ചെയ്യാം. കാലത്ത് ഞാൻ 5 മണിക്ക് എണീക്കും. 6 മണിന്റെ ഉള്ളിൽ കുറെയൊക്കെ ചെയ്യും. അത് മതിയല്ലോ അല്ലെ? മതി, തീർച്ചയായിട്ടും. ഓക്കെ, ഇതുപോലെ ഓക്കെ. ക്ലിയർ ആകുന്നുണ്ടല്ലോ അല്ലേ? ഇതുപോലെ നമ്മൾ ഒരു 20 തവണ ചെയ്ത് സ്റ്റോപ്പ് ചെയ്യാം, വീണ്ടും ഒരു 20, അങ്ങനെ ഒരു 60 അല്ലെങ്കിൽ ഒരു 50 തവണ ചെയ്യാം. അതുപോലെ നമ്മൾ ചെയ്യേണ്ടതാണ് ഷോൾഡറിന് വേണ്ടിയിട്ടുള്ള നല്ലൊരു എഫക്റ്റീവ് ആയിട്ടുള്ള വർക്കൗട്ട്. നമ്മൾ ഷോൾഡറിന്റെ ഈ ഒരു ഭാഗം മൊത്തം നമുക്ക് ഈ ഒരു ഇനി കാണിക്കുന്ന വർക്കൗട്ട് കൊണ്ട് നല്ല രീതിയിലുള്ള ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായതായിട്ട് പല ആളുകളും പറഞ്ഞു തന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ആദ്യം കാണിച്ച വർക്കൗട്ട് പോലെ തന്നെയാണ്, ചെറിയൊരു മാറ്റമേ ഉള്ളൂ. ഇതുപോലെ ചെയ്യാം. വന്നതിന് ശേഷം കൈ ഇതുപോലെ ഇങ്ങോട്ട് മുൻഭാഗത്തേക്ക് കൊണ്ടുവരിക. ഓക്കെ ഓക്കെ. 5 കിലോന്റെ ഡംബലാണെങ്കിൽ എത്ര പ്രാവശ്യം ചെയ്യണം? 5 കിലോന്റേതാണെങ്കിൽ മാം എണ്ണം കുറക്കുക. ഓക്കെ, നമ്മൾ ആദ്യം ചെയ്യുമ്പോൾ നമ്മളിപ്പോ 20 തവണ ചെയ്യുന്നത് ഒരു 10 തവണയൊക്കെ ആക്കിയിട്ട് കുറക്കുക, പിന്നീടത്തേതിൽ ഒരു 8 തവണ ആക്കിയിട്ട് കുറക്കുക, പിന്നീട് ഒരു 6, അങ്ങനെ ചെയ്താൽ മതി.
പിന്നീട് മാമിന് കൂടുതൽ ചെയ്യാൻ കഴിയും എന്നുള്ള സ്ഥിതിഗതി എത്തുമ്പോൾ കൂടുതലായിട്ട് ചെയ്തു കൊണ്ടുവരിക. നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഭാഗത്തേക്ക് അതിന്റെ എഫക്റ്റ് വന്ന് തുടങ്ങും. നല്ല രീതിയിൽ നമുക്ക് അവിടെയുള്ള ഫാറ്റുകളൊക്കെ നീക്കം ചെയ്യാനും കഴിയും. അപ്പൊ ഒന്നുകൂടെ കാണിച്ചു തരാം. ഇതാണ്. ഓക്കെ. സർ, ഇത് സിംഗിൾ ഡംബൽ കൊണ്ട് ഓരോ കൈ വെച്ച് മാത്രം ചെയ്യാൻ പറ്റുമോ? അങ്ങനെ ഇതിന്റെ എഫക്റ്റ് നമുക്ക് കിട്ടൂല. ഇത് രണ്ട് കയ്യിലും ഒരേ അളവിലുള്ള ഡംബിൾസ് വെച്ചിട്ട് വേണം നമ്മൾ ഈ വർക്കൗട്ട് ചെയ്യാൻ. ഓക്കെ. അപ്പൊ ഇതും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചെറിയ 2.5 ഒക്കെ ആണെങ്കിൽ ഒരു 20 തവണ ചെയ്യാം. പിന്നത്തേതിൽ ഒരു 15, പിന്നത്തേതിൽ ഒരു 10. ഓക്കെ. അപ്പൊ നമ്മൾ ഇനി ലാസ്റ്റ് ആയിട്ട് കാണിക്കുന്നത് നമ്മുടെ ഈ ഒരു ഭാഗം. നമ്മളിപ്പോ ഷോൾഡറിന് കാണിച്ചു, ബൈസെപ്സിന് കാണിച്ചു, ട്രൈസെപ്സിന് കാണിച്ചു, നമ്മുടെ ഈ ഒരു ഭാഗത്തേക്കുള്ള. ഓക്കെ. അവിടെ കൊഴുപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് നല്ല രീതിയിൽ ഉപകാരമുള്ള ഒരു വർക്കൗട്ടാണ്. കൈകൾ നമ്മൾ ഇതുപോലെ നമ്മൾ വയറിൽ ഇതുപോലെ വെക്കുക. ഓക്കെ. ഇതുപോലെ വെച്ച് ഓക്കെ. ക്ലിയർ ആകുന്നു എന്ന് വിശ്വസിക്കുകയാണ്. ഇത് നിങ്ങൾക്ക് എത്ര തവണ ചെയ്യാൻ കഴിയുമോ അത്രയും തവണ. ഓക്കെ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഏരിയകളിലൊക്കെയുള്ള കൊഴുപ്പുകളൊക്കെ നീക്കി അവിടെ നമുക്ക് നല്ല രീതിയിലുള്ള മസിൽസുകൾ, നമുക്ക് ആരോഗ്യകരമായിട്ടുള്ള രീതിയിലുള്ള മസിൽസുകൾ നമുക്ക് ബിൽഡ് ചെയ്തെടുക്കാൻ കഴിയും. അതിനുശേഷം എന്താ ഇതുപോലെ ഓക്കെ. സാറെ വയറ് കറിയാനുള്ള വർക്കൗട്ട് നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്തിട്ടുള്ളത് വയറിനുള്ള വർക്കൗട്ടുകളാണ്. നിങ്ങൾ ആ ലിങ്ക് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിലുണ്ട് ക്ലിയർ ആയിട്ട് നമ്മൾ വയറിന് മാത്രമായിട്ട് ഫോക്കസ് ചെയ്തിട്ടുള്ള ക്ലാസ്സിൽ വീഡിയോ കണ്ടില്ലായിരുന്നു. വീഡിയോ കിട്ടിയിട്ടില്ലായിരുന്നോ? ഇല്ല. നമ്മളിവിടെ മീഡിയ ടീമിനോട് അതിന്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്. നിങ്ങൾക്ക് അത് അവൈലബിൾ ആക്കും. ഓക്കെ. ഓക്കെ 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 ഓക്കെ. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോ കൂടുതലായിട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. എല്ലാവർക്കും 7 കിലോ ഒക്കെ കുറഞ്ഞു. എനിക്ക് ഇപ്പോഴും 2 കിലോ ആയിട്ടുള്ളൂ. ഞാൻ മാം എത്ര ദിവസമായി? ഞാൻ 7-ാം തീയതി ജോയിൻ ചെയ്തതാണ്. 7-ാം തീയതി. നമ്മളിപ്പോ ഇന്ന് 25-ാം തീയതിയാണ് അല്ലെ? അപ്പൊ തീർച്ചയായിട്ടും സമയമുണ്ട്. മാം പേടിക്കേണ്ടതില്ല. നമ്മളെ ഓരോരുത്തരുടെ ശരീരവും ഒരേപോലെ അല്ലല്ലോ. അപ്പൊ മാം വളരെ കുറഞ്ഞ രീതിയിലാണ് വെയിറ്റ് കുറയുന്നത് എന്നുള്ളതൊന്നും പേടിക്കേണ്ടതില്ല. പക്ഷെ കുറഞ്ഞു വരുന്നത് നമുക്ക് നല്ല രീതിയിൽ കുറക്കാൻ കഴിയുന്നുണ്ട്. 2 കിലോ കുറഞ്ഞു. ഞാൻ ഡ്രസ് ജോയിൻ ചെയ്യുന്ന സമയത്ത് ടോപ്പൊക്കെ ടൈറ്റ് ആയിരുന്നു. ഇപ്പൊ അതൊക്കെ നല്ല ലൂസായി ഒരു ആ ഫീൽ ഉണ്ട്. പക്ഷെ വെയിറ്റ് രാവിലെ നോക്കുമ്പോ 81, വൈകുന്നേരം നോക്കുമ്പോ 83. അങ്ങനെ ആകുമ്പോ എനിക്ക് ആകെ ഒരു ടെൻഷൻ. മാമിന്റെ ആ ഒരു തൂക്കുന്ന മെഷീൻ കൂടെ ഒന്ന് ചെക്ക് ചെയ്യുന്നത് നന്നായിരിക്കും കേട്ടോ. ഓക്കെ. അപ്പൊ അങ്ങനെ ബുദ്ധിമുട്ട് പറയാറുണ്ട്. രാവിലെ നോക്കുമ്പോ ഇങ്ങനെ വെയിറ്റ് കാണുമ്പോ സന്തോഷം. അപ്പൊ ഞാന് റിയ മാമിനെ അയച്ചു കൊടുത്ത് പിന്നെ വൈകുന്നേരം നോക്കിയപ്പോ ഇങ്ങനെ. അപ്പൊ എനിക്ക് ആകെ ടെൻഷനായി. അപ്പൊ പിന്നെ പേടിക്കേണ്ടതില്ല. മാമിന് വസ്ത്രം ധരിക്കുമ്പോൾ തന്നെ അതിന്റെ മാറ്റങ്ങൾ ഉണ്ട് എന്നുള്ളത് തന്നെ വെയിറ്റ് കുറയുന്നതിന്റെ ലക്ഷണമാണല്ലോ. മനസ്സിലാവുന്നുണ്ട്. അപ്പൊ ആ ഒരു കോൺഫിഡൻസിൽ മാം നല്ല രീതിയിൽ തന്നെ ഡയറ്റ് മുറുകെ പിടിക്കുക. അതുപോലെ കഴിയുന്ന രീതിയിൽ വർക്കൗട്ടുകളും ചെയ്യുക. ഉറപ്പായിട്ട് റിസൾട്ട് ഉണ്ടാകും. അപ്പൊ നമുക്ക് ആയിരക്കണക്കിന് ആളുകളെ കാണിച്ചു തരാൻ കഴിയുന്നുണ്ട് വെയിറ്റ് കുറഞ്ഞു എന്നുള്ള ആ ഒരു ആത്മവിശ്വാസത്തോടെയാണ് നിങ്ങളൊക്കെ നമ്മളെ ഡയറ്റിൽ ചേർന്നിട്ടുള്ളത്. അപ്പൊ ഉറപ്പായിട്ടും വെയിറ്റ് കുറയും. കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ വയറിനുള്ളത് കാലിങ്ങനെ പൊന്തിച്ചിട്ട് എക്സസൈസ് അല്ലേ കാട്ടിരുന്നേ? അതെ. അതുകൊണ്ട് അത് ചെയ്യുമ്പോഴാണ് എനിക്ക് കാലിന് വേദന വരുന്നത്. എന്നിട്ട് കാല് പൊന്തിച്ചിട്ടുള്ള എക്സസൈസുകളാണോ? അപ്പൊ ആ മനസ്സിലായി. അപ്പൊ ആ ഒരു വർക്കൗട്ട് മാക്സിമം അത് മാം ചെയ്യണ്ട ബുദ്ധിമുട്ടാണെങ്കിൽ. നമ്മളല്ലാതെ തന്നെ വേറെ കുറെ വർക്കൗട്ടുകൾ കാണിച്ചു കഴിഞ്ഞ വയർ ക്ലാസ്സിൽ. എനിക്കത് ചെയ്യുന്നോണ്ട് നടുവേദനയാണ് സാർ. കാലിങ്ങനെ മേൽപോട്ട് പൊന്തിച്ചിട്ടുള്ളത് നടുവിന് ഭയങ്കര പ്രശ്നം വരുന്നു. അല്ലാതെ പ്രശ്നം കുഴപ്പമില്ല. മാമ് ട്രെയിനേഴ്സിനോട് പറഞ്ഞിട്ട്
ഒരു മിനിറ്റ്, ഞാൻ ഒരാൾക്ക് എല്ലാരും കൂടെ മൈക്ക് ഓൺ ചെയ്യുന്നത് കൊണ്ടുള്ള ഒരു പ്രയാസമാണ്. പറയൂ സർ. അപ്പോ നമ്മുടെ ജാഗ്രതയിലും ഒന്ന് മൈക്ക് നോക്കിച്ച് കഴിഞ്ഞാണെങ്കിൽ 7 അപ്പൊ നമ്മള് മണിക്ക് ഡിന്നർ പിന്നെ ഞാൻ പറഞ്ഞു ബ്രോ നമ്മൾ കുറഞ്ഞു കഴിഞ്ഞാല് അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് പ്രശ്നം. ഇപ്പൊ നമ്മള് ഇപ്പൊ എക്സ്ട്രീം ലെവലിലുള്ള ഒരു ഡയറ്റ് ആണ് ഇത് എടുത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ എന്റെ ഒരു മെയിൻ പ്രശ്നം അത് തന്നെയാണ്. നമ്മള് വെയിറ്റ് നല്ലപോലെ കുറയും, പിന്നെ നമ്മൾ ഒന്നും കൂടെ കൺട്രോൾ വിട്ട് കഴിഞ്ഞാൽ അതുപോലെ കയറും. അതായത് ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, മനസ്സിലായി ബ്രോ പറഞ്ഞത് മനസ്സിലായി. പക്ഷെ നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഏത് ഭക്ഷണം കഴിക്കാതിരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ വെയിറ്റ് കുറയുന്നത്, വീണ്ടും നമ്മൾ ഏത് ഭക്ഷണം കഴിച്ചത് കൊണ്ടാണ് വെയിറ്റ് കൂടുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് ഈ ഡയറ്റ് എടുക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ വെയിറ്റ് കൂടുന്നത് എന്തുകൊണ്ടാണുള്ളത്, അത് നമ്മുടെ മാത്രം പോരായ്മ കൊണ്ടാണ്. ഞാൻ ഈ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ എന്റെ വെയിറ്റ് കൂടുന്നുണ്ട് എന്നുള്ളത് അറിവോടെയാണ് നമ്മൾ വീണ്ടും അത് കഴിക്കുന്നത്. അപ്പൊ നമ്മള് മാത്രമാണ് അതിന് ഉത്തരവാദി. നമുക്ക് നമ്മുടെ ഈ ഒരു മാസം കൊണ്ട് കൃത്യമായിട്ട് മനസ്സിലാക്കി എടുക്കാൻ കഴിയുന്നുണ്ട് ഏത് ഭക്ഷണത്തിൽ നിന്നാണ് എന്റെ വെയിറ്റ്, ഷുഗർ എന്റെ ശരീരത്തിൽ എങ്ങനെയാണ് കൂടുന്നത്, ആ ഷുഗർ കൊഴുപ്പായിട്ട് മാറിയിട്ട് എങ്ങനെയാണ് എന്റെ ശരീരത്തിന്റെ വെയിറ്റ് കൂടുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് സാറിന്റെ ക്ലാസ്സിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ കഴിയുന്നുണ്ട്. അതുപോലെ നമ്മൾ ആ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ വരുന്ന റിസൾട്ടുകളൊക്കെ നമുക്ക് നോക്കി കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പൊ ബ്രോനോട് എനിക്ക് പറയാനുള്ളത്, നമ്മള് ഇപ്പൊ എന്തെങ്കിലും പരിപാടികൾക്കൊക്കെ പോകുമ്പോൾ ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങളൊക്കെ കാണുമ്പോൾ മനസ്സിലാക്കുക, ഇത് ഇത്രത്തോളം അളവിൽ ഞാൻ കഴിച്ചു കഴിഞ്ഞാൽ എന്റെ ശരീരത്തിൽ അതിന്റെ മാറ്റങ്ങൾ കാണും എന്നുള്ള ആ ഒരു സംഗതിയിലേക്ക് നമ്മൾ എത്തുക. ഓക്കെ, ഞാൻ പറഞ്ഞത് ബ്രോക്ക് കൃത്യമായി മനസ്സിലായി വിശ്വസിക്കുകയാണ്. ഇപ്പൊ എനിക്കെന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ ഇതിന് മുന്നേ ഞാൻ പറഞ്ഞിരുന്നു ഞാൻ അങ്ങനെ ഡയറ്റ് എടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലാണ്. പക്ഷെ എന്നിരുന്നാലും അവര് പറയണ്ടായിരുന്നു നമ്മള് മറ്റേ ഗോതമ്പ് അതുപോലെ അരി ഭക്ഷണമൊക്കെ ഒഴിവാക്കണം എന്ന്. പക്ഷെ എനിക്ക് പറ്റില്ല. ഞാൻ ഒരു ക്വാണ്ടിറ്റി വെച്ച്, അതായത് ഒരു ചപ്പാത്തി വെച്ച് മതി. അതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് അങ്ങനെയുള്ള നിർവാഹമില്ലാത്ത ഘട്ടങ്ങളിൽ അതിന്റെ അളവുകൾ കുറക്കുക എന്നുള്ളതാണ്. 3 നേരം കഴിക്കുന്നത് 1 നേരമായിട്ട് കുറച്ച്, അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിന്റെ മാറ്റങ്ങൾ കാണുന്നുണ്ട് ശരീരത്തിൽ. അല്ല, മാറ്റങ്ങൾ കാണുന്നുണ്ട്, ശരീരത്തിൽ കാണുന്നുണ്ട്, അതെനിക്ക് റിയലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, എനിക്ക് ആകെ ഒരു സംശയം ഉണ്ടായിരുന്നു, നമ്മൾ ഇതിന് ശേഷം ഈ ലെവൽ ഡേറ്റ് എടുത്തതിന് ശേഷം പിന്നെ അത് മെയിൻറ്റെയിൻ ചെയ്യുന്ന പ്രശ്നമാണ്. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക്സ്. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. സാറേ, ഇത് 7 മണിക്ക് ഡിന്നർ എടുത്തു കഴിഞ്ഞാൽ എത്ര സമയം കഴിഞ്ഞ് നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാം? നമ്മുടെ ശരീരം വയറൊക്കെ ഒന്ന് ഫ്രീ ആയി നമുക്കൊരു തോന്നൽ വരുമല്ലോ, ദഹിച്ചു. അതായത് എനിക്കിപ്പോ നമ്മുടെ വയറ് ഫ്രീ ആകുന്ന ഒരു സമയം നമുക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയും. ഭക്ഷണം കഴിച്ച് കുറച്ച് സമയം കഴിഞ്ഞാൽ, 1 മണിക്കൂർ കഴിഞ്ഞാൽ തന്നെ ബെറ്റർ ആയി. 1.5 മണിക്കൂർ കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് 1.5 മണിക്കൂർ കഴിഞ്ഞ് വർക്കൗട്ട് ചെയ്യുക. അപ്പോഴാണ് കൂടുതൽ നമുക്ക് ചെയ്യാനുള്ള ഒരു ആവേശം കിട്ടുക, ഉന്മേഷം കിട്ടുക. അതൊക്കെ ഓക്കെ. നമ്മുടെ ഇന്നത്തെ സമയം കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ട്രെയിനേഴ്സിനോട് പറയാം. അവര് നിങ്ങൾക്ക് കൃത്യമായിട്ട് അവര് നിങ്ങൾക്ക് അയച്ചു തരും, ലിങ്കുകളൊക്കെ അവർ അയച്ചു തരും കേട്ടോ. അപ്പൊ അത് ഒരു രാവിലെ ആയിട്ട് ചെയ്താൽ മതിയോ, അതോ 2 നേരം 2 നേരം ചെയ്യേണ്ടതില്ല. ഞാൻ വീണ്ടും പറയാണ്, നിങ്ങൾ വർക്കൗട്ട് 1 നേരം ചെയ്താൽ മതി. 1 നേരമെങ്കിലും ഓരോ ദിവസവും നിർബന്ധമായിട്ട് ചെയ്യാം. 2 നേരം എന്നുള്ളതല്ല, 1 നേരമെങ്കിലും ഓരോ ദിവസവും ചെയ്യാം. ഓക്കെ ഓക്കെ. സാർ, ഞാൻ കാൽ മേൽപോട്ട് പോകുമ്പോൾ പ്രശ്നം പറഞ്ഞിരുന്നില്ല, അതിന്റെ ഉത്തരം പറയുന്നതിന്റെ ഇടക്കാന്ന് സാർ വേറെ പറഞ്ഞത്. അപ്പോ ഞാൻ പറഞ്ഞത് ആ ഒരു വർക്കൗട്ട് മാക്സിമം ചെയ്യാതിരിക്കുക. അല്ലാതെയുള്ള വർക്കൗട്ടുകൾ തന്നെ വയറിന് നമ്മൾ ഒരുപാട് കാണിച്ചിട്ടുണ്ട്. വയറ് കുറയാൻ വേണ്ടിട്ടാണ് ഞാൻ വയറ് കുറയാൻ അല്ലാത്ത വർക്കൗട്ടുകൾ തന്നെ കാണിച്ചിട്ടുണ്ട്. പിന്നെ അത് ചെയ്യാറുണ്ട്. അത് 100 പ്രാവശ്യം ചെയ്യാറുണ്ട്. നമ്മൾ കസാര വെച്ചിട്ട് കയ്യപ്പുറം വെച്ചിട്ട് ചെയ്താൽ മതി. ഓക്കെ. എന്തെങ്കിലും സംശയങ്ങളൊക്കെ നമ്മുടെ ഡയറ്റ് ട്രെയിനേഴ്സോട് പങ്കുവെക്കുക. ഓക്കെ. അപ്പൊ എല്ലാവർക്കും നല്ലൊരു വെയിറ്റ് ലോസ് ഡേ ആശംസിക്കുകയാണ്. താങ്ക് യു.